നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 3. ഇന്നത്തെ ദിവസത്തിന് പ്രാധാന്യമുണ്ട്. കാരണം സൂര്യൻ മകരം രാശിയിൽ പ്രവേശിക്കുന്നതിനാൽ ചില രാശിക്കാർക്ക് അനുകൂലമായ ദിവസം തന്നെ വന്ന് ചേർന്നിരിക്കുകയാണ്. മകരം രാശിയിൽ ബുധൻ സൂര്യനുമായി ചേർന്ന് ബുധാദിത്യ രാജയോഗം സൃഷ്ടിക്കുന്നതാണ്. പഞ്ചമിക്ക് ശേഷം ഷഷ്ടിതിഥിയുമായുള്ള യോഗം ഉണ്ടാകുന്നതുമാണ്. ചില രാശിക്കാരിൽ ഇതിനാൽ വളരെയധികം സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയുന്നതായ ദിവസമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. എന്നാൽ ഈ പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാകുന്നു. അതിനാൽ ജാതക പ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിയിൽ ജനിച്ചവരാണ് എങ്കിൽ തീർച്ചയായും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പ്രധാനമായും ഇവർ ചെയ്യുന്നതായ ജോലി, കരിയർ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ജോലി സമ്മർദ്ദം നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഊർജത്തോടുകൂടി കാര്യങ്ങൾ നേരിടുവാൻ ഇവർക്ക് സാധിക്കും. ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വായ്പ എടുക്കുവാൻ ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി ഭവിക്കും. കൂടാതെ വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ തരണം ചെയ്യുവാൻ സാധിക്കും. കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾ പോലും ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ കടന്നു വരികയും അവർ മൂലം അനുകൂലമായ സാഹചര്യങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. ഭാഗ്യം തുണയ്ക്കുന്ന സമയമാകുന്നു. അതിനാൽ പല കാര്യങ്ങളിലും അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. എന്നാൽ പ്രധാനമായും ചില തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കുന്നതിനാൽ നിങ്ങൾക്ക് അബദ്ധം പിണയാം. മറ്റു ചില വ്യക്തികളുടെ നിർബന്ധപൂർവം ചെയ്യുന്നതായ കാര്യങ്ങളിലും അബദ്ധം പിണയുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ ഈ സമയം പ്രധാനമായും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ ചില കാര്യങ്ങളുണ്ട്. അത് കുടുംബവുമായി ബന്ധപ്പെട്ട് തന്നെയാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കുടുംബാന്തരീക്ഷം മികച്ചതാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാകുന്നു. അതിനാൽ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു രാശി ചിങ്ങം രാശിയാകുന്നു. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വ്യത്യസ്തമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആത്മവിശ്വാസം വളരെയധികം അനുഭവപ്പെടുന്നതായ സമയമാകുന്നു. മുതിർന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ബഹുമാനം വന്നു ചേരാം. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ആഗ്രഹം നിറവേറ്റുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സർക്കാർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സമയമാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ പ്രധാനമായും ജീവിതത്തിലേക്ക് വന്നു ചേരാം. മേലുദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ, പ്രശംസ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ മക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ, ശുഭവാർത്തകൾ നിങ്ങളെ തേടി എത്താവുന്നതുമാണ്. കാര്യങ്ങൾ അത്തരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. എന്നാൽ ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പ്രധാനമായും കുടുംബത്തിലെ ചില തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കുടുംബത്തിന് തന്നെ സന്തോഷകരമായ, അതായത് കുടുംബത്തിലെ അംഗങ്ങൾക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ സമ്മാനിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. വളരെ കാലമായി ചില ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്.
അത് പൂർത്തീകരിക്കുവാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുകയോ ചെയ്യാം. ജോലിയുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ ജോലി കാര്യങ്ങൾ അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. കന്നിരാശിയിലുള്ള വ്യക്തികൾക്ക് വളരെ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു. നിരവധിയാർന്ന നേട്ടങ്ങൾ വന്നു ചേരാവുന്ന സമയമാകുന്നു. പരിശ്രമങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. പ്രതിഫലങ്ങൾ ശരിയായ രീതിയിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട കഠിനാധ്വാനത്തിന് പൂർണ്ണമായ ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രശംസകൾ നേടിയെടുക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. സൗന്ദര്യവും അലങ്കാരവുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ, ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമായി തീരാം. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സമയമാകുന്നു. സമ്പാദ്യം വളരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഭാവിയിൽ പ്രയോജനകരമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് മികച്ചതായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ഈ സമയം നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് അവരുടെ കലാപരമായ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും. നേട്ടങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ലാഭത്തിനായുള്ള അവസരങ്ങൾ കടന്ന് വരാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള മാറ്റങ്ങൾ കടന്നു വരാവുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. കൂടാതെ സാമ്പത്തിക നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വളരെ കാലമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുകൂലമായി തീരാവുന്നതാണ്. മികച്ചതായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. വിദേശ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യങ്ങളും കടന്നു വരും. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. ഈ സമയം പ്രധാനമായും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ. ചില വ്യക്തികൾ ധനം നിങ്ങൾക്ക് നൽകാനുണ്ട് എങ്കിൽ ആ ധനം ലഭിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരാം. കൂടാതെ മറ്റു ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് വന്നു ചേരേണ്ടതായ ദോഷകരമായ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ശത്രുദോഷങ്ങളുടെ കാഠിന്യം കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, അനുകൂലമായ യാത്രകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. അത്തരം ചില തടസ്സങ്ങൾ ഒഴിഞ്ഞ് പോകുന്നതായ സമയം കൂടിയാകുന്നു. പൊതുവിൽ നോക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക.